Hello everyone, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ CMA Nishanth Reghunath and welcome to a new video under my study for income tax. ഈ വീഡിയോ അതായത് the third part of our study for PGBP deductions under sections 30 to 37 നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ is a single section. ഒരേ ഒരു സെക്ഷനെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ അതായത് സെക്ഷൻ നമ്പർ 35 അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐറ്റം അതായത് സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്ന ഐറ്റം വളരെ യുണീക്കാണ് ഇൻ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. വേറൊരു സെക്ഷനായിട്ടും ഒരു സാമ്യവനില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷന് ഒരു സ്റ്റാൻഡ് അലോൺ വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ സെക്ഷനാണ് നമ്മുടെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡിഡക്ഷൻസിൽ അതായത് 30 to 37 എല്ലാ സെക്ഷൻസിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എക്സാമിനേഷൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് 3 ഔട്ട് ഓഫ് ഓൾ ദി സെക്ഷൻസ് അണ്ടർ സെക്ഷൻ 30 to 37 വേണമെങ്കിൽ ഇതൊന്നാന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതിന് സ്റ്റാൻഡ് അലോൺ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയും ജസ്റ്റിഫയബിൾ ആണ്. റൈറ്റ്, സോ യെസ്, ലെറ്റ്സ് ഹെഡ് ടു ദ സ്റ്റഡി. നിങ്ങളൊരു ബിസിനസ് ഓണറിൻ്റെ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കും, എപ്പോഴായിരിക്കാം നിങ്ങൾക്ക് ആസ് എൻ ഓണർ ആസ് എൻ ഓൺട്രപ്രണർ സയൻറ്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ആവശ്യം വരുന്നത്? എപ്പോഴൊക്കെ ആയിരിക്കാം? നമ്പർ 1 ക്യാൻ ബി ഡ്യൂറിങ് എ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച്, അല്ലേ? ഒരു ന്യൂ പ്രോഡക്റ്റ് അല്ലേ? അല്ലെ നമ്പർ 2 എപ്പോഴായിരിക്കാം? ഒരു ന്യൂ ടെക്നോളജി അല്ലേ, ഒരു ന്യൂ ടെക് കൊണ്ടുവരാനായിട്ട് അല്ലേ? പിന്നെ നമ്പർ 3 ഡൈവേഴ്സിഫിക്കേഷൻ, റൈറ്റ്? നമ്മുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് വേറെ ഏരിയയിലേക്ക് പോകാൻ പോകണം, റൈറ്റ്? പിന്നെ എപ്പോഴൊക്കെ ആയിരിക്കാം? അല്ലെങ്കിൽ ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്, സ്റ്റാർട്ട് എ ബിസിനസ് അല്ലേ? ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ ആസ് എൻ ഓണർ, ആസ് എൻ ഓൺട്രപ്രണർ, ആസ് എ പേഴ്സൺ ഹു റൺസ് എ ബിസിനസ് നമുക്ക് റിസർച്ചിന് ആവശ്യം വരും, അല്ലേ? ഈ റിസർച്ച് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം R&D ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ ടയർ കമ്പനിയുടെ എക്സാമ്പിൾ ആണല്ലോ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു XYZ ടയർ കമ്പനിയാണ്. വി ആർ കറൻ്റ്ലി മേക്കിംഗ് കാർ ടയേഴ്സ് ആൻഡ് ലോറി ടയേഴ്സ്. നമ്മൾ 2 വീലർ ടയേഴ്സ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ കാണുകയാണ് ഭയങ്കര ഡിമാൻഡ് വരികയാണ് 2 വീലർ ടയേഴ്സിനെന്ന്. അപ്പോൾ വി ഡിസൈഡ് വി വിൽ ഗെറ്റ് ഇൻ ടു ദി മാർക്കറ്റ് ഓഫ് 2 വീലർ ടയേഴ്സ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ആ R&D ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നമ്മൾ പറയും വി വിൽ ഗിവ് യു വാട്ട് എവർ ദാറ്റ് യു വാണ്ട്. എന്തൊക്കെ ക്യാപിറ്റൽ ഐറ്റംസ് വേണം, മെഷീൻസ് വേണം, എന്തൊക്കെ കണക്ക് നമ്മൾ സപ്ലൈ എല്ലാം തരാം. ബ്രിങ് അസ് ദ ബെസ്റ്റ് ടയേഴ്സ്. അപ്പോൾ നമ്മളവിടെ സയൻറ്റിസ്റ്റുകളെയും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനെയും അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെയും പലവരെയും എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ അടുത്ത് പറയും ദ ബെസ്റ്റ് 2 വീലർ ടയർ നമുക്ക് കണ്ടുപിടിച്ച് തരാൻ, അല്ലേ? അവരുടെ അടുത്ത് ഇൻവെൻറ്റ് ചെയ്യാൻ പറയും, അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് തരാൻ പറയും. അതാണ് ഈ R&D ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വയം നമ്മുടെ റിസർച്ച് ചെയ്തു, അല്ലേ? ഇറ്റ് വാസ് എൻ ഇൻ ഹൗസ് റിസർച്ച്. നമ്മൾ സ്വയം നമ്മുടെ റിസർച്ച് ചെയ്തു, റൈറ്റ്? ഇനി ഇതല്ലാണ്ട് നമുക്ക് റിസർച്ച് വേറൊരു ഇത് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഈ ലബോറട്ടറീസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിസർച്ച് അസോസിയേഷൻസ് ഉണ്ട്, പിന്നെ പല പല തേർഡ് പാർട്ടി ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരെ നമുക്ക് റിസർച്ച് ഏൽപ്പിക്കാം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റഡി നടത്താൻ പോവാണ്. നമുക്കപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ചെയ്യാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മുടെ ക്യാഷ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു റിസർച്ച് അസോസിയേഷനെ കണ്ടുപിടിച്ചിട്ട് ആ റിസർച്ച് അസോസിയേഷനോട് പറയും ഞങ്ങളിത് ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് തരാണ്, ഒരു 3 ദിവസം ടൈം തരും, ഞങ്ങൾക്കൊരു റിസർച്ച് നടത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന്. അതിനാണ് ഈ തേർഡ് പാർട്ടി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്തേ? ഔട്ട്സോഴ്സ് ചെയ്തു റിസർച്ച്, അല്ലേ? റൈറ്റ്. ഈ 2 വിധത്തിലാണ് ഒരു SSCക്ക് നമ്മുടെ നാട്ടിൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഈ സെയിം ബേസിസിലാണ് നമ്മൾ ഈ സെക്ഷനും പഠിക്കാൻ പോകുന്നത്, റൈറ്റ്? അപ്പോൾ ഈ പറഞ്ഞ ഔട്ട്സോഴ്സ്, ഇൻഹൗസ്, പല പല പർപ്പസസ്, ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഡൈവേഴ്സിഫൈ ചെയ്യാൻ, ന്യൂ ടെക് കൊണ്ടുവരാൻ, ന്യൂ പ്രോഡക്റ്റ് കൊണ്ടുവരാൻ, ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി റിസർച്ച് ചെയ്യുമ്പോൾ അതിനെ ഇൻകം ടാക്സ് ആക്ട് 2 വിധത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ 2 വിധത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ സെക്ഷനെ മൊത്തം അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആ 2 ക്ലാസിഫിക്കേഷൻസിന് വീണ്ടും പല പല ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് എന്ന്. ഇപ്പോൾ ഈ സയൻറ്റിഫിക് റിസർച്ചിനെ ബേസിക്കായിട്ട് നമുക്ക് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, ഇൻ ഹൗസ് റിസർച്ച് ഉണ്ടാക്കാം. വി ക്യാൻ ഹാവ് ഇൻ ഹൗസ് റിസർച്ച് ആൻഡ് വി ക്യാൻ ഹാവ് ഔട്ട്സോഴ്സ്ഡ് റിസർച്ച്. അല്ലേ? ഈ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ ഇൻഹൗസ് റിസർച്ചിന് നമ്മൾക്ക് വരുന്ന എക്സ്പെൻസസിൻ്റെ ഡിഡക്ഷൻ തീരുമാനിക്കാനായിട്ട്
ഇൻകം ടാക്സ് ആക്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ എപ്പോഴൊക്കെയാണ് റിസർച്ച് വേണ്ടിരാ? ഒന്നില്ലെങ്കിൽ നമ്മളൊരു എക്സിസ്റ്റിംഗ് ബിസിനസ്സാണ്, ആ ബിസിനസ്സിന് പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സാണ്, ഒരു ഏരിയയിൽ ഫംഗ്ഷൻ ചെയ്യുന്നു, വേറെ ഏരിയയിലേക്ക് പോകണം, ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ റിസർച്ച് നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടി വരും, റൈറ്റ്? അപ്പോൾ ദാറ്റ് ഇസ് എൻ റിസർച്ച് ദാറ്റ് ഹാപ്പൻസ് പോസ്റ്റ് കമൻസ്മെന്റ്, അല്ലേ? അതായത് ബിസിനസ് ഫംഗ്ഷനിങ് തുടങ്ങിയിട്ട് വരുന്ന റിസർച്ചാണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് റിസർച്ച് വരിക? ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്, നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവന്നൊരു ബിസിനസ് തുടങ്ങാനായിട്ട്, റൈറ്റ്? പ്രീ കമൻസ്മെന്റ്, ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് റിസർച്ച് വരും, റൈറ്റ്? ഈ കാണുന്ന ക്ലാസിഫിക്കേഷൻസിന്റെ ബേസിസിലാണ് ഇൻകം ടാക്സ് ആക്ട് റിസർച്ചിന് എങ്ങനെ ഡിഡക്ഷൻ കിട്ടും എന്ന് പറയുന്നത്. So this is the basic classification on the basis of which Income Tax Act specifies the amount that is available as deduction for an assessee when they engage or when they invest or spend money for scientific research. മനസ്സിലായോ? ഇതിന്റെ detailed study we'll see in an Excel file. Right. Section 35 Scientific Research. ആദ്യത്തെ സ്പ്ലിറ്റ് ഇൻ ഹൗസ് റിസർച്ചും ഔട്ട്സോഴ്സ് ടു തേർഡ് പാർട്ടീസും രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഈ ഔട്ട്സോഴ്സ് ടു തേർഡ് പാർട്ടീസിന് നമ്മൾ കോൺട്രിബ്യൂഷൻ ഗിവൺ ടു തേർഡ് പാർട്ടീസ് എന്നും പറയും കേട്ടോ. ഇൻ ഹൗസ് റിസർച്ചിൽ നേരത്തെ പറഞ്ഞത് പ്രീ കമൻസ്മെന്റും പോസ്റ്റ് കമൻസ്മെന്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, റൈറ്റ്? ഈ പ്രീ കമൻസ്മെന്റിനെയും പോസ്റ്റ് കമൻസ്മെന്റിനെയും വീണ്ടും റവന്യൂ എക്സ്പെൻസ് ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ ക്യാപിറ്റലിന്റെ ട്രീറ്റ്മെന്റ് സിമ്പിളാണ്. ക്യാപിറ്റൽ നേച്ചറിൽ നമ്മളൊരു റിസർച്ചിന് വേണ്ടി എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ R&D ഡിപ്പാർട്ട്മെന്റ് പുതിയ മെഷീൻസ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ലാബ് സെറ്റ് ചെയ്യുന്നു, ഒരു ബിൽഡിംഗ് സെറ്റ് ചെയ്യുന്നു, അതിന് ഫെസിലിറ്റി സെറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ നേച്ചറിൽ നമ്മൾ എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് എവർ വി ഇൻകർ 100% ഡിഡക്ഷൻ എക്സെപ്റ്റ് ഫോർ ദ കോസ്റ്റ് ഓഫ് ലാൻഡ്. പ്രീ കമൻസ്മെന്റ് ആയാലും ശരി, പോസ്റ്റ് കമൻസ്മെന്റ് ആയാലും ശരി, ഭൂമിക്ക് വരുന്ന ചെലവ് ഒഴികെ വേറെ എന്ത് ക്യാപിറ്റൽ നേച്ചർ ചെലവായിക്കോട്ടെ, എന്താണോ നമ്മൾ ഇൻകർ ചെയ്യുന്നത്, 1 കോടി ഇൻകർ ചെയ്തോ 1 കോടി ഡിഡക്ഷൻ. ഭൂമിയുടെ കാശിൽ പാടില്ല, ഭൂമി ഒഴികെ എന്ത് ക്യാപിറ്റലായിട്ട് പോവാം, റൈറ്റ്? റവന്യൂനാണെങ്കിൽ ഇതേപോലെ തന്നെ എന്തും ഇൻകർ ചെയ്തോ 100% ഡിഡക്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ പ്രീ കമൻസ്മെന്റ് ആണെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പത്തെ റിസർച്ചാണ്. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പത്തെ റിസർച്ചിന് നമുക്ക് എന്തെങ്കിലും റവന്യൂ നേച്ചർ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ നമ്പർ 1, ഇപ്പോൾ റിസർച്ചിന് സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, നമുക്ക് എംപ്ലോയീസിനെ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ നിയമിക്കുമല്ലോ, അവർക്ക് സാലറി കൊടുത്തോ അത് ഞങ്ങൾ ഡിഡക്ഷനായിട്ട് സമ്മതിക്കാം, റിസർച്ചിനുള്ള എക്സ്പെൻസ് ആയിട്ട് കൂട്ടാം. പക്ഷേ പെർക്വിസിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അലൗ ചെയ്യില്ല. സോ പെർക്വിസിറ്റ്സ് പ്രൊവൈഡഡ് ടു സ്റ്റാഫ് വിൽ നോട്ട് ബി അലൗഡ്. ഓൾറൈറ്റ്? ബേസിക് പേ, DA അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ ഒരു കുഴപ്പമില്ല. പക്ഷെ പെർക്വിസിറ്റ്സ് കൊടുത്തോ അത് സമ്മതിക്കില്ല. നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അത് ഞങ്ങൾ ഡിഡക്ഷൻ തരില്ല. അതാണ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, ടോട്ടൽ പ്രീ കമൻസ്മെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി അസസി. അതായത് ഈ എക്സ്പെൻസസ് മുഴുവൻ ഇൻകർ ചെയ്യുന്ന പ്രീ കമൻസ്മെന്റിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ SSCക്ക് എല്ലാ ബുക്സും ഒന്നും കയ്യിലുണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ബുക്സും ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തിന്റെ ബേസിസിൽ ഇൻകം ടാക്സ് ആക്ട് ഈ ഡിഡക്ഷൻ ഗ്രാൻഡ് ചെയ്യും? അപ്പം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കംപ്ലീറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ, പ്രീ കമൻസ്മെന്റ് ഉള്ള കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചർ സർട്ടിഫൈ ചെയ്യിപ്പിക്കണം. ആരെ കൊണ്ട്? റിക്വയർഡ് അതോറിറ്റീസിനെ കൊണ്ട്. അത് ആരൊക്കെയാ? DGIT, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, സെക്രട്ടറി ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ 2 പാർട്ടീസിനെയും കൊണ്ട് നമ്മുടെ എക്സ്പെൻസസ് സർട്ടിഫൈ ചെയ്യിക്കണം. അവർ പറയാ ശരിയാണ്, ഇന്ന ആള് ഇത്ര എക്സ്പെൻസസ് റവന്യൂ എക്സ്പെൻസസ് ആയിട്ട് പ്രീ കമൻസ്മെന്റിൽ റിസർച്ചിന് എക്സ്പെൻസസ് ആയിട്ട് ഇൻകർ ചെയ്തു എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ തരികയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് PGBP ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ഡിഡക്ട് ചെയ്യാം, റൈറ്റ്? അപ്പൊ ഇൻ ഹൗസിന്റെ കാര്യം മനസ്സിലായല്ലോ. പ്രീ കമൻസ്മെന്റ്, പോസ്റ്റ് കമൻസ്മെന്റ്. അതിൽ റവന്യൂ ക്യാപിറ്റൽ 2 സ്ഥലത്തും, പ്രീ ആയാലും ശരി പോസ്റ്റ് ആയാലും ശരി 100% അലൗഡ് എക്സെപ്റ്റ് ഫോർ ലാൻഡ്. റവന്യൂ 100% അലൗഡ് പ്രീ ആൻഡ് പോസ്റ്റ്. But there are few restrictions when it comes to pre-commencement revenue. 1, perquisites not allowed. 2, whatever expenses that we are claiming for deduction, അത് നമ്മൾ അതോറിറ്റീസിനെ കൊണ്ട്, റിക്വയർഡ് അതോറിറ്റീസിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിപ്പിക്കണം, റൈറ്റ്? ക്ലിയർ? അത്രയേ ഉള്ളൂ ഇൻ ഹൗസിനെ സംബന്ധിച്ച്. ഇനി ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ
ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ലേ, അതിന്റെ റെലവൻസ് കഴിഞ്ഞ അസസ്മെന്റ് ഇയർ വരെ ഉണ്ടായി, ഇപ്പം ഇല്ല. അതെന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ 4 കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ ഔട്ട്സോഴ്സ് ചെയ്യാവുന്ന പാർട്ടീസിനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇന്ത്യൻ കമ്പനി ഇൻ സയന്റിഫിക് റിസർച്ച്, അതായത് നമുക്ക് സയന്റിഫിക് റിസർച്ചിൽ ഏർപ്പെടുന്ന നല്ല കമ്പനീസ് ഉണ്ടാവും, നമുക്ക് അവരുടെ അടുത്ത് കൊണ്ടേ പറയാം, കമ്പനീസിൻ്റെ അടുത്ത് പറയാം ഞങ്ങൾക്ക് റിസർച്ച് ചെയ്ത് തരുമെന്ന്. അല്ലെങ്കിൽ റിസർച്ച് അസോസിയേഷൻസ് ഉണ്ടാവും, നാഷണൽ ലാബ്സ്, IIT, യൂണിവേഴ്സിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ആൻഡ് അതർ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഇവരുടെ അടുത്ത് പോയിട്ടൊക്കെ നമുക്ക് റിസർച്ചിനെ ഏൽപ്പിക്കാം. കഴിഞ്ഞ അസസ്മെന്റ് ഇയർ വരെ ഈ കാണുന്ന ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ കണ്ടോ, അത് ഡിഫറെൻ്റ് ആയിരുന്നു. ഈ നാഷണൽ ലാബ്സിനും അതർ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസിനും 150 വെച്ചുണ്ടായി, ഇവിടെ 150 വെച്ചുണ്ടായി, മറ്റിടത്ത് 100. പക്ഷെ ഇപ്പോൾ അത് അസസ്മെന്റ് ഇയർ 2021 ശേഷം, അത് അസസ്മെന്റ് ഇയർ 21-22 തൊട്ട് 150 പോയി, 100 ഉള്ളൂ. അപ്പോൾ ഔട്ട്സോഴ്സ് റിസർച്ച് ആണെങ്കിൽ അത് ഏത് പാർട്ടി ആയിക്കോട്ടെ 100% ആണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ. നിങ്ങൾ 5 ലക്ഷം രൂപ കൊണ്ട് റിസർച്ചിന് കൊടുത്തോ, 5 ലക്ഷം രൂപ ഡിഡക്ഷൻ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് IITക്ക് നമ്മൾ 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1.5 നമുക്ക് കിട്ടുമായിരുന്നു, 5ന്റെ 1.5 കിട്ടുമായിരുന്നു, അതായത് 7.5 ലക്ഷം വരെ നമുക്ക് കിട്ടുമായിരുന്നു. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ആ 150നെ കുറിച്ച് ആലോചിക്കേണ്ട, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എടുത്ത് മാറ്റി. നൗ ഇറ്റ്സ് സിമ്പിൾ. ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ അപ്രൂവ്ഡ് പാർട്ടീസിനാണ് കൊടുക്കുന്നതെങ്കിൽ 100% ഡിഡക്ഷൻ. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആവാം, റിസർച്ച് അസോസിയേഷൻസ് ആവാം, അല്ലെങ്കിൽ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് ആവാം. ഈ നോൺ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസിന് കൊടുത്താണ്ടല്ലോ നോ ഡിഡക്ഷൻ ആട്ടോ. നോൺ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി നമ്മൾ 10 ലക്ഷം കൊടുത്താൽ ഞാനൊന്നും ഡിഡക്ഷൻ കിട്ടില്ല. ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം, ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. അപ്പോൾ മനസ്സിലായോ? സിമ്പിൾ സ്റ്റഡി. യെസ്. അപ്പോൾ ഇൻഹൗസ്, ഔട്ട്സോഴ്സ്ഡ്. ഇൻഹൗസിൽ പ്രീ കമൻസ്മെന്റ്, പോസ്റ്റ് കമൻസ്മെന്റ്, അതിലുണ്ട് റവന്യൂ, ക്യാപിറ്റൽ, റവന്യൂ 100 എക്സെപ്റ്റ് ഫോർ പ്രീ കമൻസ്മെന്റ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, 2 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ 100 എക്സെപ്റ്റ് ഫോർ ലാൻഡ്. ഔട്ട്സോഴ്സ്ഡ് ഏത് അപ്രൂവ്ഡ് പാർട്ടിക്ക് കൊടുത്താലും 100% ഡിഡക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ സയന്റിഫിക് റിസർച്ച് സെക്ഷൻ 35. സിമ്പിൾ അല്ലേ? If you have any doubts, please feel free to reach out. I am always here to provide any sort of assistance that you would require. So with that said, ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ സെക്ഷൻ 35AD വെച്ച് കാണാം. ഇതും വളരെ ഇമ്പോർട്ടൻറ്റും യൂണീക്കും ആയിട്ടുള്ളൊരു സെക്ഷനാണ്. So in the next video, we'll deal with section 35AD. Till then, take care and goodbye.